ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകൻ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് വലിയ ദൈവാനുഭവത്തോടു കൂടിയാണ്. ഒന്നുമല്ലാതിരുന്ന പ്രവാചകനെ ദൈവം ശുദ്ധീകരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുവാൻ വേണ്ടി പറഞ്ഞയക്കുക. പ്രവാചകൻ ഇറങ്ങിത്തിരിക്കുന്നത് യൂദയായിലെ രാഷ്ട്രീയപരമായ നീക്കത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ സുസ്ഥിതി പ്രാപിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രവാചകൻ തൻ്റെ പ്രവർത്തനം ആരംഭിക്കുക. പ്രവാചകൻ ജനത്തോട് ചോദിക്കുന്നുണ്ട്, വിശ്വസ്ത നഗരം എങ്ങനെ വേശ്യയായി തീർന്നു? നീതിയും ധർമ്മവും ഇവളിൽ നിലനിന്നിരുന്നു, എന്നാൽ ഇപ്പോൾ കൊലപാതകികൾ വസിക്കുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ വെള്ളി കിട്ടുമായിരിക്കുന്നു, വീഞ്ഞിൽ നിങ്ങൾ വെള്ളം കലർത്തിയിരിക്കുന്നു. നിങ്ങളുടെ പ്രഭുക്കന്മാർ കലഹപ്രിയരാണ്. അവർ കള്ളന്മാരെ ആശ്രയിക്കുന്നു. കൊള്ള മുതൽ അവർ കൈക്കലാക്കുവാൻ ശ്രമിക്കുന്നു. എല്ലാവരും കോഴ ആഗ്രഹിക്കുന്നു. സമ്മാനത്തിന് പിന്നാലെ പോകുന്നു. അവർ അനാഥരുടെ പക്ഷം നിൽക്കുകയോ വിധവകളുടെ ആവശ്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്യുന്നില്ല. തൻ്റെ ജനത്തെ നോക്കി ദൈവത്തിൻ്റെ വിലാപം യേശയ്യായിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ്. നമ്മളിൽ നിന്ന് നീതിയും ധർമ്മവും വിട്ടകന്നിരിക്കുന്നു. കൊലപാതകികളായി നമ്മൾ മാറിയിരിക്കുകയാണ്. ആയുധം കൊണ്ട് കൊല ചെയ്യുന്നില്ലെങ്കിലും അധരം കൊണ്ട് എത്രയോ പേരെയോ കൊലപ്പെടുത്തുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. പ്രഭുക്കന്മാര് കള്ളം പറയുന്നു, കള്ളന്മാരോട് കൂട്ടിച്ചേരുന്നു. നിങ്ങളുടെ വെള്ളി കിട്ടമായിരിക്കുന്നു, നിങ്ങൾ വീഞ്ഞിൽ നിങ്ങൾ വെള്ളം ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ സകലതും മായത്തിലാണ്, മായം ചേർത്തുള്ള ഒരവസ്ഥയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. വലിയവരുടെ കൂടെ കൂട്ടിച്ചേരുകയും അതിന് കോഴ ലഭിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇന്ന് എല്ലാത്തിനും കമ്മീഷനാണല്ലോ. ഏത് കാര്യം പറഞ്ഞാലും ഒരു കമ്മീഷൻ. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരു വ്യക്തി തൻ്റെ മകളുടെ വിവാഹം ആലോചന വന്നു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ സുഹൃത്തിനോട് ചോദിച്ചു, ഈ കുടുംബക്കാരെ അറിയാവോ, ഇവരെങ്ങനെയുണ്ട്? അദ്ദേഹം അതിനൊരു മറുപടി പറഞ്ഞു, എന്തായാലും എൻ്റെ ആ സുഹൃത്ത് മകളുടെ വിവാഹം നടത്തി. അദ്ദേഹത്തിന് വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. പിന്നെ ആ സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്കൊന്നും തന്നില്ലല്ലോ. അപ്പോൾ ചോദിച്ചാൽ എന്താണ് തരേണ്ടത്? അല്ല, ഞാനത് അന്വേഷിച്ച് കാര്യം പറഞ്ഞതല്ലേ. പ്രിയ സഹോദരൻ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എന്തെങ്കിലും തരാൻ പറഞ്ഞു. എൻ്റെ ഭാര്യ കല്യാണത്തിന് വന്നില്ല, അതുകൊണ്ട് ഒരു കോഴി മേടിച്ചു തരാൻ പറഞ്ഞു. അദ്ദേഹം ആ കോഴി അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുത്തു. പ്രിയ സഹോദരങ്ങളെ, വളരെ സുഹൃത്തുന്ന ഒരു വ്യക്തിയോട് തൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ സുഹൃത്തും ചോദിച്ചത് കോഴയല്ലേ. അദ്ദേഹം ഒന്നും ധ്യാനിച്ചില്ല, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരാണ്. അവിടെ ഞാൻ പറയുന്നത്, എന്തിനും ഏതിനും കോഴ ആഗ്രഹിക്കുന്ന മനുഷ്യർ. അനാഥരുടെ കൂടെ നിൽക്കുവാൻ ആരുമില്ല. വിധവകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനും ആരും തയ്യാറാകുന്നില്ല.
നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് നമുക്ക് അനുദപിക്കാം. ദൈവമേ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സകലവർണ്ണ മാലാഖമാരെ, സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ആശ്രയമാതാവേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.